Welcome to third class in Numerical Methods in Physics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ലീസ്റ്റ് സ്ക്വയർ കർവ് ഫിറ്റിംഗ് എന്നുള്ളതിലെ സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിങ്ങിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ആണ്. ഫിസിക്സിൽ വരുന്ന ചില പ്രോബ്ലങ്ങളെല്ലാം നമുക്ക് ഈ സ്ട്രൈറ്റ് ലൈൻ കർവ് ഫിറ്റിംഗ് വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. So first question is, velocities of a car moving with the uniform acceleration are recorded at different instances. Calculate the value of A and B for the best fitting straight line f of x is equal to a plus bx by least square curve fitting. Determine the acceleration from the fitted line. അപ്പോൾ ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഫിറ്റ് ചെയ്തിട്ട് അതിന് ആക്സിലറേഷൻ കണ്ടെത്താനാണ്. അപ്പോൾ ടൈം ഇൻ സെക്കൻഡ് ആൻഡ് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഡാറ്റാസ് ആർ ഗിവൺ. ടൈമിനെ എക്സ് കോർഡിനേറ്റും വെലോസിറ്റി വൈ കോർഡിനേറ്റും ആക്കി എടുക്കുന്നത്. സോ ആൻസർ ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹിയർ എൻ ദ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 6. റിക്വയർഡ് ലൈൻ നമ്മൾ ഈ എ പ്ലസ് ബി എക്സ് എന്ന് അസ്യൂം ചെയ്യാണ്. ഇപ്പോൾ ടൈം എന്നുള്ളത് എക്സ് കോർഡിനേറ്റിന് നമ്മളൊരു കോളം എഴുതി 0, 10, 20. ദെൻ വൈ കോർഡിനേറ്റിന് നമ്മൾ ഒരു കോളം എഴുതി. ദെൻ നെക്സ്റ്റ് ഈ സിഗ്മ എക്സ് ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റിൻ്റെ സം എടുത്തു. ദെൻ വൈ കോർഡിനേറ്റിൻ്റെ സം, ഇതിൻ്റെ എല്ലാം കൂടെ സം ഇവിടെ എടുത്തു. ദെൻ എക്സ് ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ ദിസ് സം 150 ഡിവൈഡഡ് ബൈ 6 നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് 25. അതുപോലെ വൈ ബാർ എന്നുള്ളത് 246 ബൈ 6 41 എന്ന് കിട്ടും. ദെൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് കർവ് ഫിറ്റിംഗ് മാത്രമാണ്. കർവ് ഫിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ. സ്ലോപ്പ് ബി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് വേണം, സിഗ്മ വൈ വേണം, സിഗ്മ എക്സ് വൈ വേണം, സിഗ്മ എക്സ് സ്ക്വയർ വേണം. ഈ നാലാമത്തെ ടൈം സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് സിഗ്മ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, പിന്നെ ഈ എക്സ് വൈയും എക്സ് സ്ക്വയറും കൂടെ വേണം. അപ്പോൾ അതിന് 2 കോളം കൂടെ വേണം, എക്സ് വൈ ആൻഡ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന മൂന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ എക്സിൻ്റെ സ്ക്വയറാണ്, അതിൻ്റെ സം എടുത്തു ഇവിടെ. ദെൻ നാലാമത്തെ എക്സ് വൈ കോളത്തിൽ 0 × 3 0, 10 × 1 17 117. അങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എക്സ് വൈയിൽ എഴുതി, അതിൻ്റെ മീൻ എടുത്ത് സിഗ്മ എക്സ് വൈ. ദെൻ വി ആർ യൂസിങ് ദ ഫോർമുല ബി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ദാറ്റ് ഈസ് 6 ഇൻറ്റു സിഗ്മ എക്സ് വൈ ഇറ്റ് ഈസ് 8880 minus sigma x 150 into sigma y that is 246 divided by n that is 6 sigma x square it is 5500 minus sigma x whole square it is 150 whole square. Okay, we have calculated the value of 1.56. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആദ്യം ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചിട്ട് വേണം റിസൾട്ട് എഴുതാൻ. ബിക്കോസ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ എവറി വൺ ഹാസ് പോയിന്റ്സ്, ഓരോന്നിനും ഓരോ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം അങ്ങനെ വേണം, അല്ലാതെ ജസ്റ്റ് ബി ഈസ് ഈക്വൽ ടു 1.56 എന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് എഴുതരുത്, സ്റ്റെപ്പ് കാണിക്കണം. വൈ ഇൻ്റർസെപ്റ്റ് എ ഈസ് ഈക്വൽ ടു വൈ ബാർ മൈനസ് ബി എക്സ് ബാർ. ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. വൈ ബാർ എന്നുള്ളത് ഇറ്റ് ഈസ് 41 മൈനസ് ബി ഈസ് ഓൾറെഡി ഒബ്റ്റൈൻഡ് 1.56 ഇൻറ്റു എക്സ് ബാർ ഈസ് 25, so 2. So the fitted line is a plus bx, that is 2 plus 1.56 into x. നമ്മൾ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു വെലോസിറ്റിയാണിത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിന് വി ഈസ് ഈക്വൽ ടു 2 plus 1.56 ഇൻറ്റു എക്സ് എന്നുള്ളത് ടൈമാണ്. സോ ടി ദാറ്റ് ഈസ് ദിസ് ഈസ് ആക്ച്വലി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഫോർമുല ഉള്ളത്. അതിൽ യു എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പോൾ നമ്മൾ ഫിറ്റിംഗ് കർവ് ഫിറ്റ് ചെയ്തതനുസരിച്ച് ഇനീഷ്യൽ വെലോസിറ്റി 2 ആണ്, തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് ഇറ്റ് ഈസ് 3. സോ ദർ മേ ബി സം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡാറ്റ ആൻഡ് ഫിറ്റഡ് ലൈൻ. നെക്സ്റ്റ് വൺ, ദ ആക്സിലറേഷൻ ഫ്രം ദ കർവ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. അതിൽ എ എന്നുള്ള ഈ പാർട്ട് അതാണ് ആക്സിലറേഷനായി വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈറ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ളതിൽ ബി എന്നുള്ളതാണ് സ്ലോപ്പായി വരുന്നത്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ആയിട്ടുള്ളത് 1.56 ആണ്. സോ ദ ആക്സിലറേഷൻ ഈസ് 1.56 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് അതിൻ്റെ കർവ് ഫിറ്റഡ് കർവും അതുപോലെ തന്നെ ഗിവൺ ഡാറ്റ പോയിൻറ്റ്സും. നമ്മൾ ഫിറ്റ് ചെയ്ത കർവാണ് ഈ റെഡ് ലൈനിൽ കാണുന്നത്, ഡാറ്റ പോയിൻറ്റ്സ് ആണ് ബ്ലൂ ലൈനിൽ കാണുന്നത്.
ഈ കർവ് വരയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല, ബിക്കോസ് ദിസ് ഈസ് ഡ്രോൺ ബൈ യൂസിങ് പൈത്തൺ. ഇറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ അനദർ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കർവ് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കറന്റ് ആൻഡ് വോൾട്ടേജ് മെഷർമെന്റ് ഇൻ an experiment is shown below. Calculate the best fitting curve by finding A and B. Then determine the value of resistance using the slope. Also calculate the coefficient of correlation. ഇപ്പോൾ ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ ഒന്നുകൂടെ കൂടുതൽ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് അതിനെ എക്സ് ആക്കി എടുത്തു, കറൻറ്റിന് വൈ ആക്കി എടുത്തു. സോ ദർ ഈസ് എക്സ് വൈ. ഡാറ്റ പോയിന്റ്സ് ആർ ഗിവൺ. നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ എന്നുള്ളത് ഇവിടെ 6 ആണ്. റിക്വയർഡ് ലൈൻ അസ്യൂം ചെയ്തു എ പ്ലസ് ബി എക്സ്. ഈ സ്റ്റെപ്പ് എന്തിനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ എക്സ് എന്നും കൊടുക്കാം. ദർ ഈസ് നോ പ്രോബ്ലം. ഓർ എ എക്സ് പ്ലസ് ബി എന്ന രീതിയിലാവാൻ. എ എക്സ് പ്ലസ് ബി എന്നും എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ഫോർമുല മാറും. ബി എന്നുള്ളത് എ ആക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഫോർമുല എടുക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ബിക്കോസ് പല ടെക്സ്റ്റ് ബുക്കിലും പല ഫോർമുലയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന രീതിയിൽ നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. സോ വോൾട്ടേജ് എക്സ് ഇൻ വോൾട്ട് 0.5, 1, 1.5, 2, 2.5 അത് എഴുതി വെച്ചു. ദെൻ കറണ്ട് വൈ എഴുതി വെച്ചു. ദെൻ എക്സ് സ്ക്വയർ എക്സ് വൈ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് സ്ക്വയർ എക്സ് വൈ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് ബിയും എയും അതൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. പക്ഷെ നമുക്ക് എന്തുകൂടെ വേണം, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കൂടെ വേണം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് റൂട്ട് ഓഫ് എസ് വൈ മൈനസ് എസ് ബൈ എസ് വൈ. അതിൽ എസ് വൈ വേണം, എസ് കൂടെ വേണം. അപ്പോൾ അതിനാണ് അടുത്ത കോളങ്ങളുള്ളത്. ആക്ച്വലി ദിസ് ഈസ് എസ് വൈ. എസ് വൈ എന്ന് പറയുമ്പോൾ വൈയിൽ വരുന്ന ഡിഫറൻസുകൾ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ വൈ വാല്യൂന്ന് അതിൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ദിസ് ക്യാൻ ബി കോൾഡ് ആസ് ദ എറേഴ്സ് ഇൻ വൈ എന്ന് പറയാം. അതിൻ്റെ സമ്മാണ് എസ് വൈ എന്നുള്ളത്, ഈ എററുകളുടെ എല്ലാ സമ്മ. സോ വൈ ഐ മൈനസ് വൈ ബാർ. അപ്പോൾ അത് ആദ്യം നമ്മൾ സിഗ്മ എക്സ് കാണുന്നുണ്ട്, എക്സ് ബാർ കാണുന്നുണ്ട്, സിഗ്മ വൈ കാണുന്നുണ്ട്, വൈ ബാർ കാണുന്നുണ്ട്, ദെൻ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് വൈ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആൾറെഡി കാണാവുന്നതാണ്. ദെൻ വൈ ബാർ എന്നുള്ളത് ഉള്ളത് കൊണ്ട് by using this value we can get the next column yi minus y bar whole square, that is 0.48 minus 1.755 whole square. Next അടുത്ത എൻട്രി ഇവിടെ വരുന്നുണ്ടാവുക 1.02 മൈനസ് 1.755 ഹോൾ സ്ക്വയർ. അങ്ങനെ i മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ എന്നുള്ളത് ഓരോന്നും ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് എസ് വൈ എന്നുള്ളത്. ദെൻ എസ് കൂടെ കണ്ടെത്തണം. എസ് എന്ന് പറയുമ്പോൾ സ്ക്വയേർഡ് ഇറേസ്, സം ഓഫ് ദ സ്ക്വയേർഡ് ഇറേസ് ബിറ്റ്വീൻ ദി ഫിറ്റഡ് ലൈൻ ആൻഡ് ദ ഗിവൺ ഡാറ്റ. അപ്പോൾ ഫിറ്റഡ് ലൈനിലെ പോയിന്റ് കണ്ടെത്തണം ആദ്യം. അതിന് എഫ് ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് എ പ്ലസ് ബി എക്സ് എന്നുള്ള ഫോർമുല വെച്ചിട്ട് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഫസ്റ്റ് എൻട്രി വരുന്നുണ്ടാവുക എ പ്ലസ് ബി ഇൻറ്റു 0.5. അപ്പോൾ ഈ കോളം ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ എയും ബിയും കണ്ടെത്തിയിരിക്കണം. ഇതുവരെ നിങ്ങൾക്ക് ഈ എയും ബിയും കാണേണ്ട ആവശ്യമില്ല. സോ എഫ് ഓഫ് എക്സ് ഐ എന്നുള്ള കോളം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് you have to find the value of slope b is equal to, by using this formula, 1.0406. Then y intercept a is equal to y bar minus bx bar. Values are given here, so it is minus 0.066. Then the fitted straight line is a plus bx. Then a and b are obtained by using this formula. You can fill the കോളം എഫ് ഓഫ് എക്സ് ഐ. എഫ് ഓഫ് എക്സ് ഐ എന്നുള്ള ഈ കോളം ഫില്ല് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് കോളം വൈ ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഹോൾ സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഐനെ പറയുന്ന പേരിനാണ് എഫ് ഐ എന്നുള്ളത്. ദാറ്റ് ഈസ് ദിസ് 0.48 മൈനസ് 0.454 ഹോൾ സ്ക്വയർ. അതാണ് ഇവിടെ എൻട്രി ചെയ്യുന്നത് ഓരോന്നിലും. അപ്പോൾ നെക്സ്റ്റ് എൻട്രി വരുന്നുണ്ടാവുക ലാസ്റ്റ് കോളത്തിലെ രണ്ടാമത്തെ എൻട്രി വരുന്നത് രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ വാല്യൂ, ദാറ്റ് ഈസ് 1.02 മൈനസ് എഫ് ഓഫ് എക്സ് ഐ എന്ന കോളത്തിലെ രണ്ടാമത്തെ എൻട്രി, ദാറ്റ് ഈസ് 0.975 ഹോൾ സ്ക്വയർ. ആ വാല്യൂണത് അതിൻ്റെ എല്ലാം സമ്മാണ് ഇവിടെ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 4 ഡെസിമൽ പ്ലേസ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 4 or 3 ഡെസിമൽ പ്ലേസ് എല്ലാം കാണിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എസ്. എസ് വളരെ ചെറുതാണെങ്കിൽ കൂടുതൽ ഡെസിമൽ പ്ലേസ് കാണിക്കേണ്ടി വരും ഇവിടെ നോൺ സീറോ വാല്യൂ കിട്ടാൻ. നൗ വൈ ഇൻ്റർസെപ്റ്റ്. സോ ബൈ യൂസിങ് ദിസ് എസ് വൈ ആൻഡ് എസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. Coefficient of correlation root of sy minus s by sy, that is 4.75 minus 0.0129 divided by 4.75, it is 0.99864. The coefficient of correlation is very high, so that fitted curve is very good.
Now the resistance എന്ന് പറയുമ്പോൾ ഇവിടെ V എന്നുള്ളത് വോൾട്ടേജ് y ആക്സിസിലും കറണ്ട് x ആക്സിസിലും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് എക്സിലും കറണ്ട് വൈയിലുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഒരിക്കലും റെസിസ്റ്റൻസ് അല്ല. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബൈ വോൾട്ടേജ് വരാം. അപ്പോൾ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ 1 ബൈ സ്ലോപ്പ് എടുക്കണം. സോ ഇറ്റ് ഈസ് 1 ബൈ സ്ലോപ്പ്. ഹിയർ സ്ലോപ്പ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 1.0406. So resistance is 1 by 1.046. That is 0.9560. Again, ഈ ഫിറ്റഡ് കർവ് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അവിടെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. It will be studied after Python. Then question 3. In an experiment, the resistance of a conductor at various temperatures are measured as in table. Calculate the values of A and B for the best fitting straight line. Theoretically, resistance at T degrees Celsius is RT equal to R0 into 1 plus alpha T, where R0 is the resistance at 0 degrees Celsius and alpha is the temperature coefficient. Determine the value of R0 and alpha. അപ്പോൾ ഫിറ്റഡ് കർവിൽ നിന്ന് നമുക്ക് R0 ആൽഫയുടെയും വാല്യൂ കൂടെ വേണം. ടെമ്പറേച്ചർ എക്സിനും റെസിസ്റ്റൻസിനും വൈയും ആക്കി എടുത്തിട്ട് ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ചെയ്യാം നിങ്ങൾക്ക്. ദെൻ യു ഹാവ് ഫൗണ്ട് ബി ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് എ. ദെൻ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ദിസ് ഈസ് ദ ടേബിൾ. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് സിമിലർ ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. Then we have calculated B and Y intercept. Then after that, fitted straight line is f of x is equal to A plus Bx. Now that implies f of x is resistance and RT equal to 10.278 plus 0.0306 x എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് T. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് നോക്കാം. കാരണം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതാണ് നമ്മൾ ഫിറ്റഡ് കർവ്. അപ്പോൾ കർവിൻ്റെ ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് R0 ആൽഫ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ RT ഈക്വൽ ടു R0 പ്ലസ് R0 ആൽഫ T. അപ്പോൾ ഇവിടെ R0യുടെ സ്ഥാനത്തുള്ളത് 10.278 ആണ്. അതുപോലെ തന്നെ സോ കമ്പയറിംഗ് ദ ടു ഇക്വേഷൻസ്, ദ റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് വാസ് വൺ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് 10.278. ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ അടുത്തത് R0 ആൽഫ എന്നുള്ളത് 0.0306. So alpha is equal to 0.0306 divided by 10 point, that is equal to 0.00298 degree Celsius inverse. Unit എല്ലാം ഓർത്ത് വെക്കണം. So that is the question. Next one is an experiment with a spectrometer. The refractive indices of a borosilicate glass for different spectral lines of mercury vapor lamps are measured as in table below. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ഇൻ മൈക്രോമീറ്റർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.528 തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 1/λ² എന്തിനാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ബെസ്റ്റ് ഫിറ്റിംഗ് കർവ് സ്ട്രൈറ്റ് ലൈൻ സോ ദാറ്റ് കോഎഫിഷ്യന്റ് AB ഡിറ്റർമിൻ ചെയ്യാം ബൈ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ്. തിയറിറ്റിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് varies with wave length as n equal to a plus b by lambda square, where ab are called Cauchy's constant. അപ്പോൾ n is equal to a plus b by lambda square എന്ന രീതിയിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ 1/λ² എന്നുള്ളത് x ആക്സിസിലും n y ആക്സിസിലും എടുക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് n is equal to a plus bx എന്ന രീതിയിൽ വരും. അതായത് y എന്ന് പറയുമ്പോൾ x ആക്സിസിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുന്നു, is equal to a plus b into x. അപ്പോൾ x ആക്സിസിൽ എന്തെടുക്കണം? 1/λ² എടുക്കണം. അപ്പോൾ 1/λ² n ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1/λ² വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് സ്ട്രൈറ്റ് ലൈനായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. ലാംഡയും എന്നും തമ്മിലുള്ള ഫിറ്റിംഗ് സ്ട്രൈറ്റ് ലൈൻ ആവില്ല. പക്ഷേ 1/λ² n ഫിറ്റിംഗ് വിൽ ബി സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് മൈക്രോമീറ്ററിൽ തന്നിട്ടുണ്ട് 1/λ² മൈക്രോമീറ്റർ റൈസ് ടു -2. അതങ്ങനെ തന്നെ എനിക്ക് എടുക്കാം യൂണിറ്റ്. അതല്ലെങ്കിൽ അവിടെ പവർ എല്ലാം വരും. ഇനി നമുക്കിപ്പോൾ പവർ എലിമിനേറ്റ് ചെയ്യാൻ യൂണിറ്റ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് this one lambda is this is given data. നിങ്ങൾക്ക് ലാംഡ തന്നില്ലെങ്കിൽ നിങ്ങൾ 1/λ തന്നില്ലെങ്കിൽ നിങ്ങൾ 1/λ² കാൽക്കുലേറ്റ് ചെയ്യണം, ബിക്കോസ് ദിസ് ഈസ് 1/λ² ഹിയർ. n equal to 4. അപ്പോൾ ഇവിടെ x എന്നുള്ളത് 1/λ²ഉം y എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ്. അത് വെച്ചിട്ട് ടേബിളെല്ലാം അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. b കണ്ടു, a കണ്ടു, അതെല്ലാം ആസ് യൂഷ്വൽ. സോ ദ ഫിറ്റഡ് സ്ട്രൈറ്റ് ലൈൻ ഈസ് f of x is equal to a plus bx. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിലുള്ളത് n is equal to, അതാണ് f of x, n is equal to 1.508 പ്ലസ് bx എന്നുള്ള 1/λ². ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായി കമ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് n is equal to a plus b by λ².
Compare ചെയ്യുന്ന സമയത്ത് we get EI is equal to 1.508. It has no unit because it is a refractive index part. Then B is equal to 0.00315. It has a unit of lambda square because n in unit പാടില്ല. Lambda is measured in micrometer. So B has the unit of micrometer square. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഫിറ്റിംഗ് കർവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Curve will be discussed later. Now these two questions, please do yourself and find the answer. Answer ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഉള്ളത് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് വിത്ത് ബാരോമീറ്റർ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് atmospheric pressure varies with height as shown in the table below. Fit a straight line into this data by least square curve fitting. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈറ്റിനനുസരിച്ചുള്ള പ്രഷർ വേരിയേഷൻ ഒരിക്കലും ലീനിയർ അല്ല. ഒരു വൈഡ് ഡിസ്റ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലീനിയർ റിലേഷൻ കിട്ടില്ല. ബട്ട് ഹിയർ ദ ഡിസ്റ്റൻസ് ഇസ് വെരി സ്മാൾ. ഏകദേശം 5 കിലോമീറ്റർ വരെ പോകുന്നുള്ളൂ. 5 കിലോമീറ്റർ വരെ ഉള്ളതൊക്കെ നമുക്ക് ഒരു ചെറിയ റേഞ്ചിലുള്ളത് തന്നെ ലീനിയർ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. സോ യു വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ഹിയർ. പ്രഷർ കിലോ പാസ്കലിലാണ്. അത് അങ്ങനെ തന്നെ കൊടുക്കാം നിങ്ങൾക്ക്. അതൊന്നും യൂണിറ്റ് ഒന്നും മാറ്റണമെന്നില്ല. ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദ പ്രഷർ അറ്റ് എ ഹൈറ്റ് ഓഫ് 2.5 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് y is equal to a plus bx എന്ന് കിട്ടുന്നതിൽ എയുടെയും ബിയുടെയും വാല്യൂ കൊടുത്തിട്ട് എക്സ് എന്നുള്ളത് അതിന് ഇപ്പോൾ ഇവിടെ 10190 ഒക്കെ തന്നതിന് പകരം ഇവിടെ ഉള്ളത് 0123 എന്നുള്ള കിലോമീറ്ററിന് പകരം ഇവിടെ എക്സ് ഉള്ളത് 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ എന്ന് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് 76 കിലോ പാസ്കൽ എന്നുള്ള ആൻസർ കിട്ടും. സോ എ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബി കൊടുത്തിട്ടുണ്ട്. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഹൈറ്റിനെ എക്സും പ്രഷറിനെ വൈയും ഒക്കെ എടുക്കണം. ഇതുപോലെ അടുത്തൊരു എക്സ്പെരിമെൻ്റ് ഉള്ളത് എക്സ്പെരിമെൻ്റ് വിത്ത് തെർമോമീറ്റർ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എർത്ത് നിയർ ദ സർഫസ് വെരീസ് വിത്ത് ഡെപ്ത്. ഇറ്റ് ഈസ് കാൾഡ് ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് ആസ് ഷോൺ ഇൻ ടേബിൾ. അപ്പോൾ എർത്തിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 0, 50, 100, 150, 200 എല്ലാം ദേ ആർ ദ ഡെപ്ത് ഇൻ മീറ്റർ. കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് 14, 16, 17, 18, 20. യൂണിറ്റ് ഒന്നും നിങ്ങൾ മാറ്റണ്ട. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഇതേ യൂണിറ്റിൽ വരുമെന്നേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് ബി, അതുപോലെ തന്നെ y ഇൻ്റർസെപ്റ്റ് എ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ദെൻ ആൾസോ കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് എ ഡെപ്ത് ഓഫ് 125 മീറ്റർ. പ്രഷർ അല്ല, സോറി, ടെമ്പറേച്ചറാണ്. അപ്പോൾ 125 മീറ്ററിലുള്ള ടെമ്പറേച്ചർ യു വിൽ ഗെറ്റ് 17.7 ഡിഗ്രി സെൽഷ്യസ്. അതും ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. എയുടെയും ബിയുടെയും വാല്യൂ ഇൻറ്റു എക്സ് എന്നുള്ളതിന് 125 എന്ന് കൊടുക്കുക. ഇതിൽ തന്ന യൂണിറ്റ് എന്താണോ അതേ യൂണിറ്റിൽ ഇവിടെ വാല്യൂ വെച്ചാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ 17.7. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 5 and 6 you have to do yourself and check the result is obtained. So thank you for watching this video.